Morning, my dear students. Today we are going to learn a blog written by Andrew Sullivan. He is a blogger. ഒരു ബ്ലോഗറാണ് ആൻഡ്രൂ സലിവൻ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു ഐപോഡ് ജനറേഷൻ, an article on iPod generation which was published online. അങ്ങനെ ഓൺലൈനായിട്ട് പബ്ലിഷ് ചെയ്തൊരു ബ്ലോഗിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഐപോഡ് ജനറേഷനെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിളിൻ്റെ ഒരു പീസാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, Is society dead? All of you look into your text. I was visiting New York last week and noticed something I would never thought I would say about the city. Yes, nightlife is pretty much dead and I am in no way the first to notice that. But day life, that insane mishmash of yells, chatter, hustle and chasbas was a little different. It was quieter. സി, എവിടെ നിന്നാണ് ആൻഡ്രൂ സലിവൻ എന്തോർത്തുകൊണ്ടാണ് ഇത് എഴുതുന്നത്? കഴിഞ്ഞ വീക്കിൽ അദ്ദേഹം ന്യൂയോർക്കിലുള്ള സിറ്റിയിലൂടെ നടന്ന അവിടെ കണ്ട കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണ് ഹി ഈസ് റൈറ്റിംഗ് ദിസ് ബ്ലോഗ്. ഐ വാസ് വിസിറ്റിംഗ് ന്യൂയോർക്ക് ലാസ്റ്റ് വീക്ക് ആൻഡ് നോട്ടീസ്ഡ് സംതിങ്. ഹി നോട്ടീസ്ഡ് സംതിങ് വെൻ ഹി വിസിറ്റഡ് ന്യൂയോർക്ക്. വാട്ട് ഡിഡ് ഹി നോട്ടീസ്? ഐ വുഡ് നെവർ തോട്ട് ഐ വുഡ് സേ അബൌട്ട് ദ സിറ്റി. ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത്, എപ്പോഴെങ്കിലും ഇങ്ങനൊരു കാര്യം ഈ സിറ്റീനെ പറ്റി എനിക്ക് പറയേണ്ടി വരുമെന്ന് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. അങ്ങനത്തെ ഒരു കാര്യമാണ് ലാസ്റ്റ് വീക്ക് ന്യൂയോർക്ക് സിറ്റി വിസിറ്റ് ചെയ്തപ്പോൾ നോട്ടീസ് ചെയ്തത്. വാട്ട് ഇസ് ദാറ്റ്? സി, യെസ്, നൈറ്റ് ലൈഫ് ഇസ് പ്രിറ്റി മച്ച് ഡെഡ് ആൻഡ് ഐ ആം ഇൻ നോ വേ ദ ഫസ്റ്റ് ടു നോട്ടീസ് ദാറ്റ്. രാത്രി സാധാരണ വലിയൊരു തിരക്കും ബഹളമൊന്നും കാണാറില്ല. അത് പതിവ് പോലെ അത് നൈറ്റ് ലൈഫ് മീൻസ് ലൈഫ് ഡ്യൂറിങ് നൈറ്റ്. രാത്രി കാലത്ത് പകലുള്ള അത്ര ബഹളം രാത്രി കാലങ്ങളിൽ ഉണ്ടാവാറില്ല, അത് സ്വാഭാവികം തന്നെ. ബട്ട് ഡേ ലൈഫ്, ദാറ്റ് ഇൻസെയിൻ മിഷ്മാഷ് ഓഫ് യെൽസ്, ചാറ്റർ, ഹസിൽ ആൻഡ് ചസ്പാസ് വാസ് എ ലിറ്റിൽ ഡിഫറെൻറ്റ്. ഇറ്റ് വാസ് ക്വയറ്റർ. എന്താണ് നോട്ടീസ് ചെയ്തത് അപ്പോൾ? ഡേ ലൈഫിൽ ന്യൂയോർക്ക് സിറ്റിയിൽ സാധാരണ ഉണ്ടാകുന്ന മിഷ്മാഷ് ഓഫ് യെൽസ്, ചാറ്റർ, ഹസിൽ ആൻഡ് ജസ്ബാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിക്കും തിരക്കും ബഹളം, ഷൗട്ടിങ്. യെൽ എന്ന് പറഞ്ഞാൽ ഷൗട്ടിങ്, മിഷ്മാഷ് തിക്കും തിരക്കും, ഹസിൽ എന്ന് പറഞ്ഞാലും തിക്കും തിരക്കുമാണ്, ഹസിൽ ആൻഡ് ജസ്ബാസ്. ഓക്കെ, അങ്ങനെ ആകെ തിക്കും തിരക്കും ബഹളവും ആയിട്ടുള്ള ആ ഒരു സിറ്റി ലൈഫിൻ്റെ ഭയങ്കരമായ ഒരു ബഹളം അത് കാണുന്നില്ല. ഇറ്റ് വാസ് ക്വയറ്റർ. വല്ലാണ്ട് ശാന്തമായ പോലെ, ഒരു ബഹളവും ഒച്ചയൊന്നും ഇല്ലാത്ത പോലെ ഡേ ടൈമിൽ പോലും. അതാണ് ലാസ്റ്റ് വീക്ക് ന്യൂയോർക്ക് വിസിറ്റ് ചെയ്തപ്പോൾ പ്രത്യേകിച്ച് നോട്ടീസ് ചെയ്തൊരു കാര്യമാണത്. ഓക്കെ, ഡേ ലൈഫ്, ദാറ്റ് ഇൻസെയിൻ മിഷ്മാഷ് ഓഫ് യെൽസ്, ചാറ്റർ, ഹസിൽ ആൻഡ് ജസ്ബാസ് വാസ് എ ലിറ്റിൽ ഡിഫറെൻറ്റ്. ഇറ്റ് വാസ് ക്വയറ്റർ. Manhattan's downtown is now a Disney-like string of malls, riverside parks and pretty upper middle class villages. മനാട്ടൻ സിറ്റീൻ്റെ അവിടെയുള്ള ഡൗൺ ടൗൺ ഏതുപോലെയാണ്? ഡിസ്നി ലൈക്ക് സ്ട്രിങ് ഓഫ് മാൾസ്, നിരനിരയായ ഒരുപാട് മാൾസാണ് അവിടെ. റിവേഴ്സൈഡ് പാർക്സ് ആൻഡ് പ്രിറ്റി അപ്പർ മിഡിൽ ക്ലാസ് വില്ലേജസ്. ബട്ട് ദർ വാസ് സംതിങ് എൽസ്. ആൻഡ് ആസ് ഐ ലുക്ക്ഡ് അക്രോസ് ദ ത്രോങ്സ് ഓൺ ദ പേവ്മെൻറ്റ്സ് ഐ ബിഗാൻ ടു സീ വൈ. അങ്ങനെ എന്താണ് ഇവിടെയൊക്കെ ഇങ്ങനൊരു സൈലൻസ് എന്നുള്ള രീതിയിൽ ഞാനൊന്ന് ആ ഒരു ക്രൗഡുണ്ട്, ജനക്കൂട്ടം സാധാരണ പോലെ തന്നെ ഉണ്ട്. പക്ഷേ ഈ ക്രൗഡിൽ എന്താണൊരു ബഹളമൊന്നും ഇല്ലാത്തത് എന്ന് കുറച്ചുകൂടി ഞാൻ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ ദർ വാസ് സംതിങ് എൽസ്. ആൻഡ് ആസ് ഐ ലുക്ക്ഡ് അക്രോസ് ദ ത്രോങ്സ് ഓൺ ദ പേവ്മെൻറ്റ്സ്. പേവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫുട്പാത്ത്. ആ ഫുട്പാത്തിലുള്ള ത്രോങ്സ് എന്ന് പറഞ്ഞാൽ ക്രൗഡ് ഓഫ് പീപ്പിൾ. ആ ജനക്കൂട്ടത്തെ ഒന്ന് ശരിക്കും നോക്കിയപ്പോൾ ഐ ബിഗാൻ ടു സീ വൈ. എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി എന്താ വിഷയമെന്ന്. There were little white wires hanging down from their ears or tucked into pockets, purses or jackets. There were little white wires hanging down from their ears. ചെവിയിൽ നിന്ന് തൂങ്ങുന്ന വെള്ള വയറുകൾ ഈ ആൾക്കൂട്ടമായി നടന്നു പോകുന്ന ആൾക്കാരുടെയൊക്കെ ചെവിയിലൂടെ ഒരു വൈറ്റ് വയറിങ്ങനെ തൂങ്ങുകയാണ്. ടക്ഡ് ഇൻ ടു പോക്കറ്റ്സ്, ഇതവരുടെ പോക്കറ്റ്സിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ പേഴ്സസിൽ അല്ലെങ്കിൽ ജാക്കറ്റ്സിൽ. The eyes were a little vacant
ഇവരുടെയൊക്കെ കണ്ണുകൾ ശൂന്യമാണ്, പ്രത്യേകിച്ചൊരു ഭാവവുമില്ല. Each was in his or her own musical world, walking to their soundtrack, stars in their own music video, almost oblivious to the world around them. These are the iPod people. എന്താണ് ഈ ആൾക്കാരുടെ പ്രശ്നം? എല്ലാവരും ഒരു ഐപോഡും കൊണ്ടാണ് നടക്കുന്നത്. ഇതൊക്കെ ഐപോഡ് പീപ്പിളാണ്. ഇവരെയൊക്കെ ചെവിയിൽ വൈറ്റ് വയേഴ്സ് ഉണ്ട്. ഇത് അവരുടെ പോക്കറ്റിലേക്കോ ജാക്കറ്റിലേക്കോ ഉള്ളിലേക്കോ ഒക്കെയാണ് ഈ വൈറ്റ് വയർ പോകുന്നത്. മീൻസ് ദേ ആർ ഓൾ ഹിയറിങ് ദെയർ ഓൺ മ്യൂസിക് ആൻഡ് വാക്കിംഗ്. അപ്പോൾ പിന്നെ അവർ സംസാരിക്കുമോ? ഇല്ല. അവരൊക്കെ ചെവിയിൽ അവരുടേതായ മ്യൂസിക്കും അവരുടേതായ ഇഷ്ടത്തിലുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സിറ്റിയിൽ എന്താണ് ആ ഒരു ഡിൻ ആൻഡ് ബസൽ ഒന്നുമില്ല. Even without the white wires, you can tell who they are. They walk down the street in their own MP3 cocoon, bumping into the others, deaf to small social cues, shutting out anyone not in their bubble. Even without the white wires, you can tell who they are. ഈ വൈറ്റ് വയേഴ്സ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് മനസ്സിലാവും ആരാണ് ഇവരൊക്കെ ആരാണ്? അവരുടെ MP3 കൊക്കൂണിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു വിഭാഗം. അവർ സമൂഹമായിട്ടൊരു ബന്ധവുമില്ലാത്ത. കൊക്കൂൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? പൂമ്പാറ്റ ഉണ്ടാകുന്നതിന് മുന്നേ പൂമ്പാറ്റ അതിൻ്റെ കൊക്കൂണിലാണ് ഉണ്ടാകുക, അല്ലേ? പുറം ലോകവുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഒരു പുഴുവാണ് പിന്നെ വർണ്ണശബളമായ ബട്ടർഫ്ലൈ ആയിട്ട് അത് പുറത്തേക്ക് വരുന്നത്. ആ കൊക്കൂണിലുള്ള പുഴുക്കളെ പോലെയാണ് ഇവിടെ ജനങ്ങളുള്ളത്. ഓരോരുത്തരും അവരവരുടേതായ സ്വന്തം കൊക്കൂണിൽ പുറത്തെന്താണ് നടക്കുന്നതെന്നറിയാതെ അവരുടെ വെള്ള വയറുകൾക്കുള്ളിൽ അവർ കേൾക്കുന്ന സംഗീതത്തിൽ അതാണ് അവരുടെ ലോകം എന്ന് വിശ്വസിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന ഒരു കൂട്ടം ജനങ്ങൾ. അതാണ് ന്യൂയോർക്ക് സിറ്റിയെ നിശബ്ദമാക്കിയത്. See, even without the white wires, you can tell who they are. They walk down the street in their own MP3 cocoon, bumping into others, deaf to small social cues, shutting out anyone not in their bubble. Deaf to small social cues. എന്താണ് സോഷ്യൽ ക്യൂസ് എന്ന് പറയുന്നത്? സമൂഹത്തിൽ നമ്മൾ കാണുന്ന ചുറ്റുപാടുമുള്ള സംസാരങ്ങൾ. അതൊക്കെ എന്താണ്? ചുറ്റുപാട് ടാക്സി ഡ്രൈവേഴ്സിൻ്റെ സംസാരങ്ങൾ, അവിടെ നടന്നു പോകുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ ഓവർ ഹിയർ ചെയ്യുന്നത്, ഇതൊക്കെ സമൂഹത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത്. നമ്മൾ സ്വാഭാവികമായി നടന്നു പോകുമ്പം കേൾക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ആ സോഷ്യൽ ക്യൂസ് എന്ന് പറയുന്നത്. ദീസ് പീപ്പിൾ ആർ ഡഫ് ടു സ്മോൾ സോഷ്യൽ ക്യൂസ്, ഷട്ടിങ് ഔട്ട് എനിവൺ നോട്ട് ഇൻ ദെയർ ബബിൾ. അവരുടേതായ ബബിളിനുള്ളിലല്ലാത്ത എല്ലാറ്റിനോടും പുറംതിരിഞ്ഞുകൊണ്ട് ആണ് അവർ ഈ വൈറ്റ് വയേഴ്സും കൊണ്ട് നടക്കുന്നത്, ഈ വെള്ള വയറുകളുമായി നടക്കുന്നത്, ചെവിയിൽ തിരികെ വെച്ചിട്ട്. ഓക്കെ. Even without the white wires, you can tell who they are. They walk down the street in their own MP3 cocoon, bumping into others, deaf to small social cues, shutting out anyone not in their bubble. Every now and again, some start unconsciously emitting strange, tuneless quacks like badly tuned radio, and their fingers snap or their arms twitch to some strange, soundless rhythm. Every now and again, ഓരോ സമയവും, some start unconsciously emitting strange, tuneless quacks like badly tuned radio. ഈ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇടക്കിടക്ക് ക്വാക്ക് നല്ല ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. മ്യൂസിക്കിനനുസരിച്ച് വരുന്ന ശബ്ദങ്ങളാണ്. അപ്പോൾ പുറമേ നിന്ന് കേൾക്കുന്ന ആൾക്കാർക്ക് എന്താ തോന്നുക? ഒരു ട്യൂണും ഇല്ലാണ്ടുള്ള കുറേ സ്ക്വാക്ക്, ചില സൗണ്ടുകൾ വരികയാണ്. ഭയങ്കര ഒരു ബാഡ്ലി ട്യൂൺഡ്, ഒരു ട്യൂണിങ് റെഡിയാകാത്ത റേഡിയോ എന്ന് വരുന്ന ഒച്ചപ്പാട് പോലെ എന്തെല്ലോ ഒച്ച ഇടയ്ക്ക് ഇങ്ങനെ പുറത്ത് വരും. ഓക്കെ. എവ്രി നൗ ആൻഡ് അഗെയിൻ സം സ്റ്റാർട്ട് അൺകോൺഷ്യസ്ലി എമിറ്റിംഗ് strange tuneless quacks like badly tuned radio, and their fingers snap or their arms twitch to some strange soundless rhythm. ഏതോ അവരുടേതായ ഏതോ ഒരു താളത്തിന് അവരുടെ വിരലുകൾ താളം പിടിക്കുന്നുണ്ടാവും. ഓക്കെ. When others say excuse me, there is no response. ആരോടെങ്കിലും എക്സ്ക്യൂസ് മീ എന്ന് കൂടുതൽ ആരോടെങ്കിലും ചോദിച്ചാൽ അവരെന്തെങ്കിലും പ്രതികരിക്കുമോ? Not at all. Hi ditto. It's strange to be among so many people and hear so little.
എക്സെപ്റ്റ് ദാറ്റ് ഈച്ച് വൺ ഈസ് ഹിയറിങ് സോ മച്ച്. ഹായ് ഡിറ്റോ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക, താഴെ ഒന്ന് തന്നെ അതിൻ്റെ അടിയിൽ സെയിം റിപ്പീറ്റ് ചെയ്യുമ്പോഴല്ലേ ഡിറ്റോ മാർക്ക് ഇടുകയെന്ന് പറയാം. ഹായ് ഡിറ്റോ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഒരേപോലത്തെ ഹായ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നു പോവാണ്. ഇറ്റ് ഈസ് സ്ട്രേഞ്ച് ടു ബി എമംഗ് സോ മെനി പീപ്പിൾ ആൻഡ് ഹിയർ സോ ലിറ്റിൽ. ഒരുപാട് പേരുടെ കൂടെയാണെന്നുള്ളത്, പക്ഷെങ്കിൽ വളരെ കുറച്ചേ ചെവിയിലേക്ക് എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുന്നുള്ളൂ. വളരെ സൈലൻ്റായി നടന്നു പോകുന്ന ജനക്കൂട്ടം. എക്സെപ്റ്റ് ദാറ്റ് ഈച്ച് വൺ ഈസ് ഹിയറിങ് സോ മച്ച്. പക്ഷേ ഒന്നും പുറത്ത് കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. ഈ ഓരോരുത്തരും ആയിട്ട് നോക്കിക്കഴിഞ്ഞാലോ അവരുടേതായ ചെവിയിൽ അവരൊരുപാട് കേൾക്കുന്നുമുണ്ട്. ഓക്കെ, യെസ്, I might as well own up. I am one of them. ഞാനും അവരുടെ കൂട്ടത്തിലൊന്നാണ്. I witnessed the glazed New York looks through my own glazed pupils, my white wires peeping out of my ears. I joined the cult a few years ago, the sect of the little white box worshippers. ഞാനും ഇവരുടെ കൂട്ടത്തിൽ തന്നെ ആയിരുന്നു. See, my white wires, എനിക്കും എൻ്റെ ചെവിയിലും ഇതുപോലെ വൈറ്റ് വയേഴ്സ് ഉണ്ടായിരുന്നു. ഐ ജോയിൻഡ് ദ കൾട്ട്. ഈ കൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു വേ ഓഫ് ലൈഫിലുള്ള ആൾക്കാർ, സെയിം വേ ഓഫ് ലൈഫിലുള്ള ആൾക്കാരാണ് കൾട്ട് എന്ന് പറയാം. ഈ കൾട്ടിൽ, ഈ വേ ഓഫ് ലൈഫിലുള്ള ആൾക്കാരോട് കൂടി ഞാനും ജോയിൻ ചെയ്തിരുന്നു. ഐ ജോയിൻഡ് ദ കൾട്ട് എ ഫ്യൂ ഇയേഴ്സ് എഗോ, ദ സെക്ട് ഓഫ് ദ ലിറ്റിൽ വൈറ്റ് ബോക്സ് വേർഷിപ്പേഴ്സ്. ഈ വൈറ്റ് ബോക്സ് വേർഷിപ്പേഴ്സിൻ്റെ ഈ സെക്ഷൻ ഓഫ് പീപ്പിളിൻ്റെ കൂട്ടത്തിലായിരുന്നു ഞാനും ഉണ്ടായിരുന്നത്. Others began as I did with a Walkman and then a kind of clunkier MP3 player. അങ്ങനെ ഞാൻ ചെയ്യുന്നത് പോലെ ഇവരും തുടങ്ങി. ഒരു വാക്ക്മാനും എടുത്ത് ഒരു ക്ലങ്കിയർ MP3 പ്ലെയറിനോട് കണക്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. സി, ബട്ട് ദിസ് സ്ലീക്ക്നെസ് ഓഫ് ദ ഐപോഡ്, ആദ്യമൊക്കെ ഐപോഡ് അല്ല ഉണ്ടായിരുന്നത് ക്ലങ്കിയർ എന്ന് മീൻസ് ഭയങ്കര ഹെവി ആയിട്ടുള്ള, നമുക്ക് ക്യാരി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള അങ്ങനത്തേനാണ് ക്ലങ്കിയർ. അങ്ങനത്തെ MP3 പ്ലെയർ ആയിരുന്നു, വാക്ക്മാൻ ആയിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം എന്ത് വന്നു, ഭയങ്കര സ്ലിം ആയിട്ടുള്ള ഈ ഒരു ഐപോഡ് എന്ന് പറഞ്ഞ സാധനം വന്നു. ബട്ട് ദിസ് സ്ലീക്ക്നെസ്, ഈ ഒരു സ്മൂത്ത്നെസ് ഓഫ് ദ ഐപോഡ് വൺ മീ ഓവർ. അതെനിക്കും ഭയങ്കര ഇഷ്ടമായി, ഐപോഡിൻ്റെ ഈ സ്മൂത്ത്നെസ്. Unlike other models, it gave me my entire music collection to rearrange as I saw fit on the fly in my pocket. ഈ ഐപോഡിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാം എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ എൻ്റെ മ്യൂസിക് കളക്ഷൻ മുഴുവനും അറേഞ്ച് ചെയ്തിട്ട് എനിക്ക് എൻ്റെ പോക്കറ്റിൽ കൊണ്ട് നടക്കാം. What was once an occasional musical diversion became a compulsive obsession. അങ്ങനെ ഒരു മ്യൂസിക് നമ്മൾ സ്വാഭാവികമായി എപ്പോഴാണ് കേൾക്കുക? നമ്മൾ റിലാക്സ്ഡായി നിൽക്കുന്ന സമയത്ത്, നമ്മൾ മറ്റു പണികളിൽ നിന്ന് ഒരു റിലീഫ് വേണം എന്ന് തോന്നുന്ന സമയത്ത്, അതൊരു നമ്മളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഡൈവേർഷനാണ് അല്ലേ, ഒരു മ്യൂസിക്കൽ ഡൈവേർഷനാണ്. ആ ഒക്കേഷണൽ മ്യൂസിക്കൽ ഡൈവേർഷനായ മ്യൂസിക് ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഈ ഐപോഡ് വന്നതോടുകൂടെ എന്തായി മാറി? ഒരു കമ്പൽസീവ് ഒബ്സഷനായി മാറി. ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തരം ഭ്രാന്തമായ അഭിനിവേശം എന്തിനോടെങ്കിലും ഉണ്ടാവുന്നതിനാണ് ഒബ്സഷൻ എന്ന് പറയുക. അപ്പം നിർബന്ധിതമായി ഞാൻ അതിനെ ഭയങ്കരമായ അതിനോടൊരു ഒബ്സഷൻ എനിക്ക് ഉണ്ടായി തുടങ്ങി. ആൻഡ് ലൈക്ക് ഓൾ അഡിക്റ്റീവ് കൾസ്, അങ്ങനെ നമുക്ക് അഡിക്ഷൻ ആവുന്ന ഇതുപോലത്തെ ഒരുപാട് ജീവിത രീതികളുണ്ട്. ലൈക്ക് ഓൾ അഡിക്റ്റീവ് കൾസ് ഇറ്റ് ഈസ് സ്പ്രെഡിങ്, ഇതും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാണ്. Walk through any airport in the United States these days and you will see person after person gliding through the social ether as if on autopilot. Walk through any airport, ഏതെങ്കിലും ഒരു എയർപോർട്ടിലൂടെ നമ്മൾ നടന്നു നോക്കൂ. ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്കയിലുള്ള ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ പോയി നോക്കിയാൽ എന്താ കാണുക? these days and you will see person after person gliding through the social ether as if on autopilot. ആൾക്കാർ എങ്ങനെയാണ് നടക്കുന്നുണ്ടാവുക? ഒരു ഓട്ടോ പൈലറ്റ്, അവരെ ഏതോ ഒരു റിമോട്ട് കൺട്രോളിലൊരു പൈലറ്റ് അവരെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന പോലെ യാന്ത്രികമായി നടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരെയാണ് നമ്മൾ കാണുക. Get on a subway and you are surrounded by a bunch of Stepford commuters staring into mid-space as if anesthetized by technology. Anesthetized by ടെക്നോളജി കൊണ്ട് അനസ്തേഷ്യ കൊടുത്ത പോലെ, മയക്കി കിടത്തിയ പോലെ, ടെക്നോളജി കാരണം മയക്കി കിടത്തിയ പോലെയുള്ള
കുറേ ആൾക്കാർ സ്റ്റെപ്ഫോർഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കണക്ക് കൂട്ടി ഇങ്ങനെ എന്തൊക്കെയോ കൂട്ടുകയും ഇതാക്കുകയും ചെയ്തുകൊണ്ട് വേറെ ആരോ നിയന്ത്രിക്കുന്ന രീതിയിൽ യന്ത്രങ്ങളെപ്പോലെ നടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരെയാണ് നമ്മൾ അമേരിക്കയിലെ ഒരു എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുക. ഡോണ്ട് ആസ്ക്, ഡോണ്ട് ടെൽ, ഡോണ്ട് ഓവർഹിയർ, ഡോണ്ട് ഒബ്സർവ്, ജസ്റ്റ് ട്യൂൺ ഇൻ ആൻഡ് ട്യൂൺ ഔട്ട്. അവരുടെ ജീവിതം എന്താണ്? ഒന്നും ചോദിക്കില്ല, ഒന്നും പറയില്ല, വേറെ ആരും പറയുന്ന ഒന്നും കേൾക്കില്ല, ഒന്നും കാണൂല. ജസ്റ്റ് അവരവരുടെ കാര്യങ്ങൾ ട്യൂൺ ഇൻ ചെയ്യും, അല്ലെങ്കിൽ വേണ്ടാത്ത സമയം ട്യൂൺ ഔട്ട് ചെയ്യും, അത്രമാത്രം. See, it wouldn't be so worrying if it weren't part of something even bigger. ഇത് വേറൊരു വലിയ നമ്മളെ വറി ചെയ്യുന്ന വല്ലാത്തൊരു വലിയൊരു കാര്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ അല്ലെങ്കിൽ നമുക്കിത് മൈൻഡ് ചെയ്യാണ്ട് വിടായിരുന്നു. You get your news from your favorite blogs, the ones that won't challenge your view of the world. നിങ്ങൾക്ക് ന്യൂസ് കിട്ടും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൃത്യമായ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ന്യൂസ് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ബ്ലോഗിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ന്യൂസ് ഇങ്ങനെ നിങ്ങളുടെ ഫോണിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. You tune into a satellite radio service and also aims directly at a small market for new age fanatics, liberal talk or modern rock. എന്ത് വേണമെങ്കിലും. You tune into a satellite radio service that also aims directly at a small market for new age fanatics. Fanatics എന്ന് പറഞ്ഞാൽ എന്താണ്? മതഭ്രാന്തന്മാർ, fanatics. ലിബറൽ ടോക്ക് അല്ലെങ്കിൽ ലിബറൽ ടോക്കിനെ പറ്റിയുള്ള എന്താണ്, സ്വതന്ത്ര ചിന്തകളെ പറ്റിയുള്ള സംസാരങ്ങൾ. മോഡേൺ റോക്ക് അല്ലെങ്കിൽ ഈ മോഡേൺ സംഗീതം, റോക്ക് മ്യൂസിക്, ഇതുപോലെ എന്താണോ നിങ്ങളുടെ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിനെ നിങ്ങളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ഐപോഡ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് നോട്ട് ടെലിവിഷൻ ഈസ് ഓൾ കേബിൾ. Your cell phones can receive email feeds of your favorite blogger's latest thoughts seconds after he has posted them, or get sports scores for your team. എന്ത് വേണേ കിട്ടും. ഒരു ഇമെയിൽ ഫീഡ്സ് നിങ്ങളുടെ ഫേവറേറ്റ് ബ്ലോഗറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തോട്ട് അയാൾ എന്താ ബ്ലോഗിൽ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഐക്കൺ വരും, നിങ്ങളത് അറിയും അല്ലേ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്പോർട്സിൻ്റെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സ്കോർ എത്രയാണെന്ന് അറിയാൻ പറ്റും. ടെക്നോളജി ഹാസ് ഗിവൺ അസ് എ യൂണിവേഴ്സ് എൻറ്റയർലി ഫോർ ourselves. നമുക്ക് ആരോടും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, എല്ലാം നമുക്ക് കിട്ടും. നമുക്കിഷ്ടമുള്ള ന്യൂസുകൾ, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം വിരൽത്തുമ്പിലാണ്. ഒന്നും ആരോ അങ്ങനെയുള്ളൊരു വേൾഡാണ്, ഒരു യൂണിവേഴ്സ് നമുക്ക് വേണ്ടി മാത്രമായി ഓരോരുത്തർക്കും അവരവർക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു ലോകമാണ് നമ്മുടെ മുന്നിൽ ഈ ടെക്നോളജി നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. The serendipity of meeting a new stranger. അപ്പോൾ ടെക്നോളജി ഹാസ് ഗിവൺ us a universe entirely for ourselves. The serendipity of meeting a new stranger, hearing a piece of music we would never choose for ourselves, or an opinion that might force us to change our mind about something, are all effectively banished. പക്ഷേ ഈ ഒരു ലോകം ടെക്നോളജി നമുക്ക് തന്നതിലൂടെ നമുക്ക് ബാനിഷ്ഡായിപ്പോയ നമ്മളിൽ നിന്ന് മാഞ്ഞുപോയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദ സെറൻഡിപ്പിറ്റി ഓഫ് മീറ്റിംഗ് എ ന്യൂ സ്ട്രേഞ്ചർ. ഒരു പുതിയ ഒരാളോട് സംസാരിച്ച് അയാളോട് പരിചയം. സെറൻഡിപ്പിറ്റി എന്ന് പറഞ്ഞാൽ യാദൃച്ഛികത, എ ചാൻസ് ഓഫ് ഹാപ്പനിങ് സംതിങ്, എന്താണ്, ആക്സിഡൻ്റലി, ഒരു കോയിൻസിഡൻ്റ് ആയിട്ട്, ഒരു യാദൃശ്ചികമായി ആരെങ്കിലും കണ്ട് സംസാരിച്ച് ഒരു ഹാപ്പി കോയിൻസിഡൻസിനാണ് സെറൻഡിപ്പിറ്റി എന്ന് പറയുക കേട്ടോ. ദ സെറൻഡിപ്പിറ്റി ഓഫ് മീറ്റിംഗ് എ ന്യൂ സ്ട്രേഞ്ചർ. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആളോട് നമ്മൾ കൂട്ടുകൂടി സംസാരിക്കുന്നു. അയാളോട് അയാൾ എവിടുത്തുകാരനാണ്, എവിടെ പോകുന്നു എന്നൊക്കെ ചോദിച്ചു അയാളോട് പുറത്ത് കാണുന്ന കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ച് അയാൾ നമ്മൾക്ക് ഒരുപക്ഷെ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം എത്തുമ്പോഴേക്ക് അയാളുടെ അഡ്രസ്സൊക്കെ ചോദിക്കുകയും അയാൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കുകയും മൂപ്പരെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അയാളെ ബന്ധപ്പെടുകയും ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യുന്നു അല്ലേ. നമ്മൾ ഒരു പുതിയ ആളെ, ഒരു പുതിയ സുഹൃത്തിനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്.
നമ്മൾ ചെവിയിൽ ഇത് പാട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഇതും വെച്ചിട്ട് അടുത്തിരിക്കുന്ന ആളെ ശ്രദ്ധിക്കാതെ കടന്നു പോകുന്ന ഒരു യാത്രയാണെങ്കിൽ നമുക്ക് ഈ ഒരു അവസരം നഷ്ടമല്ലേ? ആ രീതിയിൽ സമൂഹത്തിലൊരു പുതിയൊരാളെ പരിചയപ്പെടാനുള്ള അവസരം, ആ അവസരമാണ് ടെക്നോളജി നമുക്ക് നഷ്ടപ്പെടുത്തുന്നത്. ഹിയറിങ് എ പീസ് ഓഫ് മ്യൂസിക് വി വുഡ് നെവർ ചൂസ് ഫോർ അവർസെൽവ്സ്. പിന്നെ എന്താണ് നഷ്ടപ്പെടുന്നത്? നമ്മൾ ഈ ഫോണിൽ ചെവിയിൽ വെച്ച് കേൾക്കുന്ന പാട്ടുകൾ ഏതൊക്കെയാണ്? ഞാൻ കേൾക്കുക എൻ്റെ ഇഷ്ടത്തിനുള്ള പാട്ടുകൾ, അല്ലേ? നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനുള്ള പാട്ടുകൾ, അല്ലേ? അല്ലാതെ എൻ്റെ ഇഷ്ടത്തിലുള്ള ഒരു പാട്ടൊരിക്കലും അടുത്തൊരാൾ കേൾക്കുമോ? ഇല്ല. മറ്റേ ആളുടെ, എൻ്റെ മുന്നിലിരിക്കുന്ന ആളിന് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് ഞാൻ കേൾക്കാനിടയാവുമോ? ഇല്ല. അതാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. നമുക്ക് വേണ്ടി ചൂസ് ചെയ്യാത്ത വേറെ ചില പാട്ടുകളുണ്ട്, മറ്റുള്ള ആൾക്കാരുടെ ചോയ്സ് ആയിട്ടുള്ള കുറേ പാട്ടുകൾ. ആ പാട്ടുകൾ ഒന്ന് കേട്ട് നോക്കിക്കൂടെ നമുക്ക്? ജസ്റ്റ് പുറത്തേക്ക് പാട്ട് ഒരു പബ്ലിക് ഹിയറിങ്ങിന് വേണ്ടി ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് അങ്ങനെ കേൾക്കാൻ പറ്റുള്ളൂ. ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വേറൊരാൾക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ടെക്നോളജി അവർസെൽവ്സ് നമുക്ക് വേണ്ടി മാത്രമായൊരു ലോകം സൃഷ്ടിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന പ്രധാന കാര്യത്തിലൊന്ന് സെറൻഡിപ്പിറ്റി ഓഫ് മീറ്റിംഗ് എ ന്യൂ സ്ട്രേഞ്ചർ, ഒന്ന്. പിന്നെയോ ഹിയറിങ് എ പീസ് ഓഫ് മ്യൂസിക് വി വുഡ് നെവർ ചൂസ് ഫോർ അവർസെൽവ്സ് or an opinion that might force us to change our mind about something. അല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായം, ഒരുപക്ഷെ ആ ഒരു അഭിപ്രായം നമുക്ക് ലോകത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റിയേക്കാവുന്ന. അപ്പോൾ നമുക്കിഷ്ടപ്പെട്ട ന്യൂസുകൾ മാത്രം വായിക്കുമ്പോൾ നമ്മൾ എതിരഭിപ്രായങ്ങൾ കാണുന്നില്ല. അതേ അവസരത്തിൽ നമ്മൾ പത്രത്തിൽ വായിച്ചൊരു ന്യൂസിനെ പറ്റി നമ്മുടെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ ആ ഒരു സുഹൃത്ത് അവൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ അതിനോട് നമ്മൾ എത്ര വാദിച്ച് നിന്ന് കഴിഞ്ഞാലും ചിലപ്പോൾ അതിലുള്ള ചില ചിന്തകൾ നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റി എന്ന് വരാം. അങ്ങനെ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റാനുള്ള ഒരവസരം, an opinion that might force us to change our mind about something. ഇതൊക്കെയാണ് ബാനിഷ്ഡായി പോയത്. ടെക്നോളജിയുടെ ഈ ഒരു അഡ്വാൻസ് കാരണം, ഈ ഒരു അഡ്വൻറ്റ് കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഇതൊക്കെയാണ്. ഓൾ ആർ എഫക്റ്റീവ്ലി ബാനിഷ്ഡ്. ആറ്റമൈസേഷൻ ബൈ ലിറ്റിൽ വൈറ്റ് ബോക്സസ് ആൻഡ് സെൽ ഫോൺസ്. നമ്മൾ ഓരോരുത്തരും ആറ്റമൈസേഷനാണ്, ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബൈ ലിറ്റിൽ വൈറ്റ് ബോക്സസ് ആൻഡ് സെൽ ഫോൺസ്. സൊസൈറ്റി വിത്തൗട്ട് സോഷ്യൽ. ഇപ്പം നമ്മുടെ സമൂഹം എന്താണ്? സോഷ്യൽ എലമെൻറ്റ്സ് മിസ് ചെയ്യുന്ന സൊസൈറ്റി എന്ന് വിളിക്കാൻ പോലും പറ്റാത്ത ഒരു സൊസൈറ്റി. സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ സമൂഹം കൂട്ടായ പ്രയത്നത്തിലൂടെ, ഒരു കൂട്ടായ്മയുടെ വാക്കാണ് അല്ലേ സൊസൈറ്റി എന്നുള്ളത്. ഇപ്പോഴത്തെ സൊസൈറ്റി എന്താണ്? വിത്തൗട്ട് ദ സോഷ്യൽ. അതേഴ്സ് ഹു ആർ ചോസൺ നോട്ട് മെറ്റ് അറ്റ് റാൻഡം. നമ്മൾ ചൂസ് ചെയ്യപ്പെട്ട ആൾക്കാരോ നമ്മൾ അവിചാരിതമായി കണ്ടുമുട്ടിയ ആൾക്കാരൊന്നും അല്ല. ഹ്യൂമൻ ബീയിങ്സ് ഹാവ് നെവർ ലിവ്ഡ് ലൈക്ക് ദിസ് ബിഫോർ. ഇതുപോലെ മനുഷ്യർ ഇതുവരെ ജീവിച്ചിട്ടില്ല. യെസ്, വി ഹാവ് ഓൾവേസ് ഹാഡ് ഹോംസ്, റിട്രീറ്റ്സ് ഓർ പ്ലേസസ് വേർ വി വെൻറ്റ് ടു റിലാക്സ്, അൺവൈൻഡ് ഓർ ഷട്ട് ഔട്ട് ദ വേൾഡ്. ബട്ട് വി ഡിഡ്ന്റ് വാക്ക് അറൗണ്ട് ദ വേൾഡ് ലൈക്ക് ഹെർമിറ്റ് ക്രാബ്സ് വിത്ത് അവർ ഐസൊലേഷൻ സർജിക്കലി അറ്റാച്ച്ഡ്. യെസ്, വി ഹാവ് ഓൾവേസ് ഹാഡ് ഹോംസ്. നമുക്ക് വീടുകളുണ്ടായിരുന്നു പണ്ടേ. റിട്രീറ്റ്സ് ഓർ പ്ലേസസ് വെയർ വി വെൻറ്റ് ടു റിലാക്സ്. ഈ വീടുകൾ നമ്മളേക്ക് എന്തിനാണ്? നമ്മൾ ക്ഷീണിച്ചിട്ട് വരുമ്പോൾ നമുക്കൊന്ന് ചായാൻ, ഒന്ന് വിശ്രമിക്കാൻ, ഒന്ന് റിലാക്സ് ചെയ്യാൻ, റെസ്റ്റ് എടുക്കാൻ ഉള്ള നമ്മുടെ സ്ഥലമാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട്, അല്ലേ? റിട്രീറ്റ്സ് ഓർ പ്ലേസസ് വെയർ വി വെൻറ്റ് ടു റിലാക്സ്. അൺവൈൻഡ് ഓർ ഷട്ട് ഔട്ട് ദ വേൾഡ്. ഈ ലോകത്തിന് നേരെ വാതിലടച്ചുകൊണ്ട് നമുക്ക് നമ്മളായി ഒന്ന് കിടക്കാനുള്ള സ്ഥലമാണ് ഒരു വീട്. ബട്ട് വി ഡിഡ്ന്റ് വാക്ക് അറൗണ്ട് ദ വേൾഡ് ലൈക്ക് ഹെർമിറ്റ് ക്രാബ്സ് വിത്ത് അവർ ഐസൊലേഷൻ സർജിക്കലി അറ്റാച്ച്ഡ്. പക്ഷേ അങ്ങനെ പണ്ടേ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ എൻ്റെതായ ലോകം എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ എൻ്റെതായ ലോകത്തിനെ ഞാനിങ്ങനെ എൻ്റെ ശരീരത്തോട് തുന്നിപ്പിടിപ്പിച്ചുകൊണ്ട് ഈ സൊസൈറ്റി മുഴുവനും ഞാൻ ഇതുവരെ ഇങ്ങനെ ഇറങ്ങി നടന്നിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യൻ ഇതുവരെ ഇറങ്ങി നടന്നിട്ടില്ല.
അങ്ങനെയാണ് ഇപ്പോൾ ഓരോരോ മനുഷ്യരും അടങ്ങി നടക്കുന്നത്. ഏതുപോലെ? ഹെർമിറ്റ് ക്രാബ്സ് പോലെ. എന്താണ് ഹെർമിറ്റ് ക്രാബ്സ് എന്ന് പറയുന്നത്? ഒരു തരം പ്രത്യേക ഞണ്ടാണ് കേട്ടോ. ഹെർമിറ്റ് ക്രാബ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സഞ്ചി പോലത്തെ ഒരു സാധനം അതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള പോലത്തെ ഒരു തരം ഞണ്ടാണ് ഹെർമിറ്റ് ക്രാബ്. അപ്പോൾ അതുപോലെ നമ്മുടെയൊക്കെ ശരീരത്തിൽ എന്തോ ഒരു സാധനം സർജിക്കലി അറ്റാച്ച്ഡ്, സ്റ്റിച്ച് ചെയ്ത് തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട്. എന്താണത്? ഐസൊലേഷൻ എന്നുവെച്ചാൽ നമ്മുടേതായ ഏകാന്തത, ഞാൻ എൻ്റെ ലോകം എന്നുള്ള ആ ഒരു ഏകാന്തത, ആ ഒരു സംഭവം നമ്മുടെ ശരീരത്തോട് അറ്റാച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടാണ് ഈവൻ നമ്മൾ സമൂഹത്തിലേക്കും ഇറങ്ങി നടക്കുന്നത് ഇപ്പോൾ. ഓക്കെ, now see next page. Music was once the preserve of the living room or the concert hall. It was sometimes solitary, but it was primarily a shared experience. Music was once the preserve of the living room or the concert hall. പണ്ടൊക്കെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡ്രോയിങ് റൂമിൽ ഉറക്കെ തുറന്നു വെച്ചിരിക്കുന്ന ഒരു പാട്ട് പെട്ടി അല്ലേ, ഒരു റേഡിയോ അല്ലെ ഒരു ടാപ്പ് റെക്കോർഡർ, അത് തുറന്നു വെക്കും ഡ്രോയിങ് റൂമിൽ, ഫാമിലിയിൽ എല്ലാവർക്കും കേൾക്കാൻ പാകത്തിന്. അങ്ങനെ എല്ലാവരും പങ്കുവെച്ചുകൊണ്ട് ആസ്വദിച്ചു. എല്ലാം ഒരു ഷെയർഡ് എക്സ്പീരിയൻസ് ആയിരുന്നു സംഗീതാസ്വാദനം എന്ന് പറഞ്ഞാൽ. മ്യൂസിക് വാസ് വൺസ് ദ പ്രിസർവ് ഓഫ് ദ ലിവിംഗ് റൂം ഓർ ദ കൺസേർട്ട് ഹാൾ. ഇറ്റ് വാസ് സംടൈംസ് സോളിറ്ററി, ബട്ട് ഇറ്റ് വാസ് പ്രൈമറിലി എ ഷെയർഡ് എക്സ്പീരിയൻസ്. ഓക്കെ, ചില സമയത്ത് സോളിറ്ററി ആണ്, നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് കിടന്നിട്ടും പാട്ട് കേൾക്കും, എന്നാലും അത് പ്രൈമറിലി ഒരു ഷെയർഡ് എക്സ്പീരിയൻസ് ആണ്. സംടൈംസ് ദാറ്റ് ബ്രോട്ട് പീപ്പിൾ ടുഗെദർ. ഒരുപക്ഷെ ആ പാട്ട് ആൾക്കാരെ ഒന്നിച്ചു ചേർത്തിരുന്നു. ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ കലഹങ്ങളെല്ലാം മാറി നമ്മളിങ്ങനെ വളരെ ശാന്തമായ സന്തോഷമുള്ളൊരു കുടുംബത്തിന് ഒരു സുഖമാണ്. കുടുംബത്തിലെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് വീട്ടിലൊരു പാട്ടൊക്കെ വെക്കുക എന്ന് പറയുന്നത് അല്ലേ, ഒരു സുഖമാണ്. ബട്ട് മ്യൂസിക് ഈസ് ആസ് ആറ്റമൈസ്ഡ് നൗ ആസ് ലിവിങ് ഈസ്. പക്ഷേ ഇപ്പോഴും മ്യൂസിക്കും നമ്മുടെ ജീവിതം ഏതുപോലെ ആറ്റമൈസ് ചെയ്ത് ചുരുങ്ങിപ്പോയിരിക്കുന്നു, അതുപോലെ മ്യൂസിക്കും ചുരുങ്ങിപ്പോയിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് സീക്രട്ട്. ഇപ്പം മ്യൂസിക് എന്താണ്? നമ്മുടെ സ്വകാര്യതയായി മാറിയിരിക്കുകയാണ്. That block next to you on the bus could be listening to heavy metal or a Gregorian chant. That block എന്ന് പറഞ്ഞാൽ that man, നമ്മുടെ ബസ്സിൽ തൊട്ടടുത്തിരിക്കുന്ന അയാളെ ചെവിയിൽ എന്താണെന്ന് നമ്മളറിയില്ല, എന്തോ ഗ്രിഗോറിയൻ ചാൻഡ്, എന്തെങ്കിലും മ്യൂസിക് ആയിരിക്കും അയാൾ കേൾക്കുന്നുണ്ടാവുക. we don't know, we never know, you will never know, and so bit by bit you will never really know him. അത് മാത്രമല്ല, നമുക്ക് അയാൾ കേൾക്കുന്നത് എന്താണെന്ന് മാത്രമല്ല, അയാൾ ആരാണെന്ന് പോലും നമ്മൾ ഒരിക്കലും അറിയാൻ പോകുന്നില്ല. And by his white wires he is indicating he doesn't really want to know you. ഈ വയറ് കുത്തി വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളോക്ക് തന്നെ പറ്റി എന്തെങ്കിലും പറയാൻ അയാൾക്ക് ഒട്ടും താല്പര്യമില്ല എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കൂടിയാണ് അല്ലേ ഇത് കുത്തിയിടുക എന്ന് പറഞ്ഞാൽ. By his white wires he is indicating he doesn't really want to know you. What do we get from this? എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? The chance to slip away for a while from everydayness, to give your lives its own soundtracks, to still the monotony of the commute, to listen more closely and carefully to music that can lift you up and can keep you going. What do we get from this? എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? The chance to slip away for a while from everydayness. എല്ലാ ദിവസത്തെയും നമ്മളുടെ ഒരേപോലെയുള്ള ഈ ബോറിംഗ് ലൈഫിൽ നിന്ന് നമുക്കൊരു രക്ഷ, അതിനു വേണ്ടിയാണ് എല്ലാവരും ഈ ഒരു മ്യൂസിക്കൽ റിലീഫിലേക്ക് പോകുന്നത് അല്ലേ. ടു ഗിവ് യുവർ ലൈഫ്സ് ഇറ്റ്സ് ഓൺ സൗണ്ട് ട്രാക്സ്. എന്നിട്ട് നമ്മൾ ജീവിതത്തിനൊരു സൗണ്ട് ട്രാക്ക് കണ്ടെത്താണ്. ടു സ്റ്റിൽ ദ മൊണോട്ടണി ഓഫ് ദ കമ്മ്യൂട്ട്, to listen more closely and carefully to music that can lift you up and can keep you going. To listen more closely and carefully to music. നമ്മൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി വളരെ അടുത്തുകൊണ്ട് മ്യൂസിക് കേൾക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട്? നമ്മുടെ ജീവിതത്തിലെ എന്തോ ഒരു മൊണോട്ടണിയിൽ നിന്ന്, എന്തോ ഒരു വല്ലാത്ത ഒരു മരവിച്ച ജീവിതത്തോട് നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു. ആ രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിട്ടാണ് ഈ മ്യൂസിക്കിനെ ഓരോരുത്തരും എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു അഡിക്ഷനായി മാറുന്നത്.
വി ബിക്കം മാസ്റ്റേഴ്സ് ഓഫ് അവർ ഓൺ ഇൻട്രസ്റ്റ്. നമ്മുടെ താല്പര്യങ്ങളുടെ മാസ്റ്റേഴ്സായി നമ്മൾ മാറുകയാണ്. മോർ കണക്റ്റഡ് ടു പീപ്പിൾ ലൈക്ക് അസ് ഓവർ ദ ഇൻ്റർനെറ്റ്, മോർ ഇൻസ്റ്റൻ്റ്ലി ഇൻ ടച്ച് വിത്ത് എനിത്തിങ് വി വാണ്ട്, നീഡ് ഓർ തിങ്ക് വി വാണ്ട് ആൻഡ് തിങ്ക് വി നീഡ്. സി, വി ബിക്കം മാസ്റ്റേഴ്സ് ഓഫ് അവർ ഓൺ ഇൻട്രസ്റ്റ്, മോർ കണക്റ്റഡ് ടു പീപ്പിൾ ലൈക്ക് അസ് ഓവർ ദ ഇൻ്റർനെറ്റ്. നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ ഒരുപാട് ആൾക്കാരുമായിട്ട് കണക്ഷൻ ഉണ്ട്. മോർ ഇൻസ്റ്റൻ്റ്ലി ഇൻ ടച്ച് വിത്ത് എനിത്തിങ് വി വാണ്ട്, നമുക്ക് ആവശ്യമുള്ള എന്തിനോടും നമുക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആയിട്ട് കിട്ടും. നീഡ് ഓർ തിങ്ക് വി വാണ്ട് ആൻഡ് തിങ്ക് വി നീഡ്, നമ്മൾ എന്താ വിചാരിക്കുന്നത്, എന്താ ആവശ്യമുള്ളതെന്ന് വിചാരിക്കുന്നത് ഒക്കെ നമുക്ക് കിട്ടും. ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മളുടെ മൊണോട്ടണസിൽ നിന്ന്, നമ്മുടെ എവറിഡേ ബോർഡമിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ മ്യൂസിക്കിൽ നിന്ന് രക്ഷ നേടുന്നുണ്ട്. മാത്രമല്ല ഈ ഇൻ്റർനെറ്റിലൂടെ നമ്മൾ ഒരുപാട് ആൾക്കാരുമായിട്ട് കണക്റ്റഡാണ്. പിന്നെ നമുക്കിഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇതിൽ നിന്ന് നമുക്കൊരു ക്ലിക്കിന് കിട്ടും. ഓക്കെ, ഇതൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് എന്തൊക്കെയോ, ഇതൊക്കെ ഉണ്ടായിട്ട് പോലും നമുക്ക് അതിലും വലിയ എന്തൊക്കെയോ മിസ് ചെയ്യുന്നുണ്ട്. എന്താ മിസ് ചെയ്യുന്നത്? ബട്ട് വാട്ട് ആർ വി മിസ്സിങ്? എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? The hilarious shard of an overheard conversation that says with you all day, the child whose chatter on the pavement takes you back to your early memories, bird song, weather, accents, the laughter of others, and those thoughts that come not by filling your head with selected diversion, but by allowing your mind to wander aimlessly through the regular background noise of human and mechanical life. എന്താ പറഞ്ഞേ? എന്തൊക്കെയാണ് നമുക്ക് മിസ് ചെയ്യുന്നത്? That hilarious shard of an overheard conversation that stays with you all day. നമ്മൾ രാവിലെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ വയറും പാട്ടും ഒന്നും ചെവിയിലില്ലാതെ നമ്മളൊന്ന് ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ എന്ത് കേൾക്കും? ആരെങ്കിലും രണ്ട് പേര് വഴിയിൽ നിന്ന് ഇരുന്ന് സംസാരിക്കുന്നത്. ചിലപ്പോൾ ഒരു അച്ചാച്ചനും കൊച്ചുമാനും സ്കൂളിൽ അച്ചാച്ചൻ കൊണ്ടുവിടുന്നതായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ആ കുഞ്ഞുമോൻ അച്ചാച്ചാന്ന് വിളിച്ചിട്ട് ഓരോന്നിങ്ങനെ പറയുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ്റെ ഒരു കഷ്ണം നമ്മുടെ ചെവിയിലേക്ക് എത്തും നമ്മളിങ്ങനെ പോകുമ്പോൾ. അതിനാണ് എന്താ പറയുന്നത്? ഹിലാരിയസ് ഷാർഡ് ഓഫ് ആൻ ഓവർഹേർഡ് കോൺവെർസേഷൻ. ഓക്കെ, ഹിലാരിയസ് എന്ന് പറഞ്ഞാൽ രസകരമായ, ഷാർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് ഒരു പീസ്. അങ്ങനെ ഒരു കോൺവെർസേഷൻ്റെ ഒരു രസകരമായ എന്തെങ്കിലും ഒരു കഷ്ണം നമ്മൾ കേൾക്കാനിടയാവും. അങ്ങനെ രസമുള്ളൊരു സാധനം കേട്ടാലോ, നമ്മൾ ചിലപ്പം വീട്ടിൽ നിന്ന് എന്തോ ഒരു സുഖമില്ലാത്ത മൂഡിലൊക്കെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിൽ കൂടി ഈ ഒരു കോൺവെർസേഷൻ്റെ ഒരു കഷ്ണം നമ്മുടെ മനസ്സിലൊരു സ്പാർക്ക് പോലെ അതിങ്ങനെ അവിടെ ഒരു ഡേ മുഴുവനും ചിലപ്പോൾ അതവിടെ കിടന്നു എന്ന് വരും അല്ലേ. ചിലപ്പോൾ നമ്മുടെ മൂഡ് തന്നെ മാറാൻ അത് കാരണവും ആവും. The child whose chatter on the pavement takes you back to your early memories. അങ്ങനെ കുട്ടികളുടെ സംസാരം, ഇങ്ങനെ സംസാരിച്ചു പോകുന്ന കുട്ടികളുടെ സംസാരം നിങ്ങൾക്ക് പഴയ നിങ്ങളുടെ കുട്ടിക്കാലം ഓർമ്മ വരാൻ ഇടയാക്കിയെന്ന് വരും. ബേർഡ് സോങ്, പക്ഷികളുടെ ശബ്ദം, വെതർ, പിന്നെ ചുറ്റുമുള്ള ക്ലൈമറ്റ്, ആക്സെൻസ്, പിന്നെ ഓരോരുത്തരുടെ സംസാര രീതികൾ, ഓരോ ഡ്രൈവേഴ്സിൻ്റെയും അതെല്ലാം നമുക്ക് ചിലപ്പോൾ ചിരി വരുമൊക്കെ ചെയ്യും കേൾക്കുമ്പോൾ അല്ലേ. അങ്ങനെ പലതും നമ്മൾ കേട്ടുകൊണ്ടാണ് നടക്കുക സാധാരണ. ഇതൊക്കെ മിസ്സിങ് ആണ്. The laughter of others, മറ്റുള്ളവർ ചിരിക്കുന്നത്. And those thoughts that come not by filling your head with selected diversion, but by allowing your mind to wander aimlessly through the regular background noise of human and mechanical life. അങ്ങനെ നമ്മൾ ഒരു മെക്കാനിക്കലായിട്ട് എനിക്ക് ഇന്ന് ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് 10 മണിക്ക് ഇന്നത് ചെയ്യണം, 11 മണിക്ക് ഇന്നത് ചെയ്യണം, 12 മണിക്ക് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ആലോചിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ. വളരെ ബിസി ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾ, അയാളുടെ ടൈം ഷെഡ്യൂളായിരിക്കും അയാളുടെ മൈൻഡിൽ. 8 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്നത് ചെയ്യുക, 8:30 അത് തീർക്കുക, എന്നിട്ട് 9 മണിക്ക് ഇന്നത് തുടങ്ങുക, ഇങ്ങനെ. അപ്പോൾ ഇതൊക്കെ അയാളുടെ മനസ്സിൽ അയാളായിട്ട് ആലോചിച്ച് പ്ലാൻ ചെയ്ത് വെച്ച തോട്ട്. ഇതൊന്നും അല്ലാതെ ഒന്നും ആലോചിക്കാണ്ട് നടക്കുമ്പം മനസ്സിൽ വരുന്ന കുറേ തോട്ട്സ് ഇല്ലേ, ഒരുപാട് ചിന്തകൾ വെറുതെ നമ്മൾ വേണമെന്ന് വെച്ച് ആലോചിക്കാതെ കയറി വരുന്ന ഒരുപാട് ചിന്തകളില്ലേ നമ്മുടെ മനസ്സിൽ, വളരെ രസകരമായ ചിന്തകൾ. ആ ചിന്തകളൊക്കെ ഈ യാന്ത്രികമായ ജീവിതത്തിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ചിന്തകളാണതൊക്കെ. ഓക്കെ, എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ ക്യാൻ ക്രൗഡ് ഔട്ട് ദ ഇൻറ്റീരിയർ മൈൻഡ്. Even the boredom that we flee has its uses.
എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ, അങ്ങനെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന സ്റ്റിമുലേഷൻ, ആ ഒരു പ്രചോദനം, അതാണ് എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ. അതെന്താണ്, നമ്മുടെ ഇൻറ്റീരിയർ മൈൻഡിൽ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എത്തിയിട്ട് ആ മനസ്സിൻ്റെ ഉള്ളിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ഈവൻ ദ ബോർഡം ദാറ്റ് ഫ്ലീ ഹാസ് ഇറ്റ്സ് യൂസസ്. നമ്മളെപ്പോഴും അയ്യോ ബോറടിക്കുന്നതെന്നും പറഞ്ഞിട്ടാണ് ഓരോ കാര്യത്തിൽ നിന്നും നമ്മൾ മാറിക്കളയുക. അയ്യോ എനിക്കിത് ഭയങ്കര ബോറടിയാണ്, എനിക്ക് പറ്റില്ല അങ്ങനെ. പക്ഷേ നമ്മളങ്ങനെ ഒളിച്ചോടുന്ന ആ ഒരു ബോറടി ഉണ്ടല്ലോ, ആ ബോറടിക്ക് അതിൻ്റേതായ ഉപയോഗമുണ്ട്. ആ ബോറടിക്കുമ്പോഴാണ് അതിൽ നിന്ന് നമ്മൾ മാറിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. ബോർഡം ഹാസ് ഇറ്റ്സ് ഓൺ യൂസസ്. വി ആർ ഫോഴ്സ്ഡ് ടു ഫൈൻഡ് അവർ ഓൺ മീൻസ് ടു ഓവർകം ഇറ്റ്. കാരണം എന്താണ്, ബോറടി മാറ്റാൻ നമ്മൾ നമ്മളുടേതായ ടെക്നിക്കുകൾ കണ്ടെത്തുന്നു. അപ്പോൾ അത് വളരെ രസകരമായി മാറുന്നു. ഓക്കെ. Not so long ago, I was on a trip and realized I had left my iPod behind. അങ്ങനെ അധികം വൈകാണ്ട് കുറേശ്ശെ മുന്നേ ഞാനൊരു യാത്രയിലായപ്പോൾ എൻ്റെ ഐപോഡ് ഞാൻ എവിടെയോ മറന്നു വെച്ചു. പാനിക്ക്, ഭയങ്കര പരിഭ്രാന്തിയായിരുന്നു എനിക്ക്. ഞാനും ഈ ഐപോഡ്, റൈറ്റർ ആൻഡ്രൂ സലിവൻ പറയാണ്, അദ്ദേഹവും ഈ ഐപോഡ് ജനറേഷനിൽ ഐപോഡ് എന്നെ അഡിക്റ്റഡ് ആയിരുന്നു അല്ലേ. പക്ഷേ എപ്പോൾ ഒരിക്കൽ യാത്രക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ഐപോഡ് അദ്ദേഹത്തിന് കളഞ്ഞുപോയി. എന്നിട്ട് ഭയങ്കര പാനിക്കായിപ്പോയി, ഭയങ്കര പരിഭ്രാന്തനായിപ്പോയി. ബട്ട് ദെൻ സംതിങ് എൽസ്. അപ്പോഴാണ് എന്തോ ഒരു മാറ്റം ഫീൽ ചെയ്തത്. ഐ നോട്ടീസ്ഡ് ദ റിതംസ് ഓഫ് അതേഴ്സ് അഗെയിൻ. വീണ്ടും മറ്റുള്ള ആൾക്കാരുടെ ജീവിതത്തിൻ്റെ താളം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ദ സൗണ്ട് ഓഫ് ദ എയർപ്ലെയിൻ, ദ ഒപ്പീനിയൻസ് ഓഫ് ദ ടാക്സി ഡ്രൈവർ, ദ സ്മോൾ സോഷ്യൽ ക്യൂസ് ദാറ്റ് ഹാഡ് ബീൻ ഒബ്സ്ക്യൂർഡ് ബിഫോർ. ഇതുവരെ മറഞ്ഞു കിടന്നിരുന്ന ഒരുപാട് സോഷ്യൽ ക്യൂസ്. I noticed how others related to each other. ഓരോരുത്തരും എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. സോഷ്യൽ ക്യൂസ് ശ്രദ്ധിക്കാൻ തുടങ്ങി. ടാക്സി ഡ്രൈവേഴ്സിൻ്റെ ഒപ്പീനിയൻസ്, അഭിപ്രായങ്ങൾ കേൾക്കുന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങി. എയ്റോപ്ലെയിനിൻ്റെ ശബ്ദം ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ചുറ്റുപാടുമുള്ള ജീവിതത്തിൻ്റെ ഓരോരോ റിതംസും ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. എപ്പോൾ ഐപോഡ് ഇല്ലാതെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ. I noticed how others related to each other and I felt just a little bit connected again. വീണ്ടും സമൂഹത്തോട് എനിക്കൊരു കണക്ഷൻ വരുന്നത് പോലെ ഫീൽ ചെയ്തു. ആൻഡ് എ ലിറ്റിൽ മോർ അവെയർ, കുറച്ചുകൂടെ ഒരു ബോധവാനായി സ്വയം എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, ട്രൈ ഇറ്റ്. അപ്പോൾ ആൻഡ്രൂ സലിവൻ നമ്മളോട് പറയാണ്, നിങ്ങളും അത് ട്രൈ ചെയ്യൂ. ദർ ഈസ് എ വേൾഡ് ഔട്ട് ദെയർ. ഈ ടെക്നോളജിക്ക് പുറത്ത് ഒരു ലോകമുണ്ട്. ദർ ഈസ് എ വേൾഡ് ഔട്ട് ദെയർ ആൻഡ് ഇറ്റ് ഹാസ് എ സൗണ്ട് ട്രാക്ക് ഓൾ ഓൺ ഇറ്റ്സ് ഓൺ. ഈ ഓരോ ഇതിനും ഓരോ കാര്യത്തിനും അതിൻ്റെതായ സൗണ്ട് ട്രാക്ക് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ടെക്നോളജിയുടെ ഈ ലോകത്തിൽ ഒതുങ്ങിപ്പോവാതെ, ഇപ്പോൾ ഐപോഡിൻ്റെ മ്യൂസിക്കൽ ഡൈവേർഷനാണ് ഇവിടെ പ്രധാനമായി ഹൈലൈറ്റ് ചെയ്തത് അല്ലേ. എനിക്ക് നമ്മൾ ഈ ഗെയിമിൽ അഡിക്റ്റഡ് ആയി പോകുന്ന മക്കളൊക്കെ ഇത് തന്നെയാണ് ആലോചിക്കേണ്ടത് കേട്ടോ. നമ്മൾ ഈ ഫോണും വെച്ച് ഫോണിലുള്ള ഓരോ കാര്യങ്ങൾക്ക് അഡിക്റ്റഡ് ആകുമ്പോൾ നമുക്ക് വളരെ വർണ്ണപ്പകിട്ടുള്ള വളരെ മനോഹരമായ ഒരു പുറംലോകമാണ് നഷ്ടപ്പെടുന്നത്. മക്കളെ അത് ഓർമ്മിക്കുക. ഫോണ് മാറ്റി വെക്കുക. ഫോണ്, ഗെയിമുകൾ, അങ്ങനത്തെ കാര്യം, യൂട്യൂബിൽ ഓരോ സംഗതികൾ കണ്ടിങ്ങനെ ഫോണും പിടിച്ചിരിക്കാതെ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചിട്ട് അത് മാറ്റി വെക്കുക. എന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുക നിങ്ങൾ കേട്ടോ. മുറ്റത്തേക്കൊക്കെ ഇറങ്ങി വെറുതെ ഒന്നും ചെയ്യാനില്ലെങ്കിലും വെറുതെ ഒന്ന് ഇതിലെ മരത്തിൻ്റെ ചുവട്ടിലൂടെയൊക്കെ വെറുതെ ഒന്ന് നടന്നിട്ടൊക്കെ നേരം പോക്കിയാൽ മതി. അല്ലാതെ ഗെയിം കളിച്ച് ഫോണിൽ ഓരോ കാര്യങ്ങൾക്ക് അഡിക്റ്റഡായി കടന്നു പോകല്ല. ജീവിതത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രായത്തിലുള്ള മക്കളാണ് നിങ്ങൾ. ഓക്കെ, നിങ്ങളിൽ പലരും ഗെയിമിൽ അഡിക്ഷനൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ടീച്ചർ ഇപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ പോലും ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂസ് ദ ടെക്നോളജി വെരി പോസിറ്റീവ്ലി. ഓക്കെ, നമുക്ക് ഭയങ്കരമായ ഗുണമുള്ള സാധനമാണ് ഈ ഫോണും കാര്യങ്ങളും ഒക്കെ. പക്ഷേ അത് നമ്മൾ അതിൻ്റെ മാസ്റ്റർ ആയിരിക്കണം. അത് നമ്മളെ കയറി ഭരിക്കാൻ അനുവദിക്കാതിരിക്കുക. ഓക്കെ, യെസ്, വി വിൽ ഡിസ്കസ് ദ റെസ്റ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഓർ നമ്മുടെ ഓൺലൈൻ ഡിസ്കഷൻ ടൈമിൽ ബാക്കി റൈറ്റിംഗ് ടാസ്കുകൾ നമുക്കിതിലെല്ലാം ഡിസ്കസ് ചെയ്യാം. Thank you everybody.